Hello everyone, welcome back. This is Niranjana here from Leo Tales. എനിക്ക് കോൾഡും കഫൊക്കെ ആയിട്ട് നല്ല സൗണ്ട് അടച്ചിരിക്കുകയാണ്. ഐ ആം ലുക്കിംഗ് വെരി ടയർഡ് ആസ് വെൽ. അതുകൊണ്ടാണ് എനിക്കൊരു ഗ്യാപ്പും വന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ച് സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് ആണ്. ഞാൻ ഫേസ് കെയറിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മാസ്ക്, വാട്ട് ഐ യൂസ് ഫോർ ഐസ്, അതുപോലെ എൻ്റെ ഐബ്രോ ഗ്രോത്തിന് ഭയങ്കരമായിട്ട് സഹായിച്ച ഒരു പ്രോഡക്റ്റ് ഉണ്ടായിരുന്നു ഫോർ ലിപ്സ്. അങ്ങനെ കുറച്ച് പ്രോഡക്റ്റ്സ് ആണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ആൻഡ് ഓഫ് കോഴ്സ് ഐ വിൽ ഓൾവേസ് പിക്ക് എ സൺസ്ക്രീൻ ആസ് വെൽ. ആൻഡ് ഇത്തവണത്തെ സൺസ്ക്രീൻ കിഡിലാണ് കേട്ടോ. ഓക്കെ, സോ അധികം സമയം കളയാതെ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഓൾസോ ആമസോൺ മെഗാ ഫാഷൻ ഡേ സെയിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ഫ്രം May 2 ഓൺവേർഡ്സ്, വിച്ച് ഇസ് ടുമോറോ. അപ്പോൾ ഓൾ ദി പ്രോഡക്റ്റ് ലിങ്ക്സ് വിൽ ബി ഇൻ ദ ഡിസ്ക്രിപ്ഷൻ ബോക്സ്. ഈ സമയത്ത് എക്സ്ട്രാ അഡീഷണൽ ഡിസ്കൗണ്ട്സും അവൈലബിൾ ആണ്. അത് നിങ്ങൾ ചെക്കൗട്ട് ചെയ്യുക. ഓൾസോ നമുക്ക് ഫാഷനിലും ബ്യൂട്ടിയിലും ഒക്കെ ഡിഫറെൻറ്റ് പ്ലേലിസ്റ്റുകളുണ്ട്. അതിൽ ഒരുപാട് ഹോൾ വീഡിയോസും ബേസിക് ബ്യൂട്ടി ഗൈഡും അങ്ങനത്തെ ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾ ചെക്കൗട്ട് ചെയ്യുക. അപ്പോൾ അധികം സമയം കളയാതെ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് ഞാൻ പറഞ്ഞ സൺസ്ക്രീൻ. വിഷ് കെയറിൻ്റെ നിയാസിനമൈഡ് ഓയിൽ ബാലൻസ് ഫ്ലൂയിഡ് സൺസ്ക്രീൻ. ലൈറ്റ് വെയ്റ്റ് ആണ്, മാറ്റ് ഫോമുലയാണ്. ഓട്സ് ഉണ്ട്, സിക്ക ഉണ്ട്, സിങ്ക്, PCA ആൻഡ് സിറാമൈറ്റ്സ്. ഇത് ബ്രോഡ് സ്പെക്ട്രം ആണ്. അപ്പോൾ UVA UVB പ്രൊട്ടക്ഷൻ ഉണ്ട്. 50 ml ആണ്. അപ്പം എനിക്ക് വിഷ് കെയറിൻ്റെ പ്രോഡക്റ്റ്സ് ആക്ച്വലി ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇതിന് മുന്നേ ഉപയോഗിച്ചിട്ടുണ്ട്, അവിടെ ബോഡി സൺസ്ക്രീൻ ഉൾപ്പെടെ. ഇത് ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ഫോമുലയാണ്. ആൻഡ് മാറ്റ് എന്ന് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ അത്രയും വിചാരിച്ചില്ല. പക്ഷെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും സ്കിന്നിൽ ഇട്ടിട്ടുണ്ടെന്ന് അറിയ പോലും ചെയ്യാത്ത നിലയിൽ വൈറ്റ് കാസ്റ്റ് ഒട്ടും തന്നെ ഇല്ല. നല്ല രീതിയിൽ ബ്ലെൻഡ് ആവും. മേക്കപ്പിൻ്റെ അടിയിലൊക്കെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഓയിലി സ്കിന്നോ ഹ്യൂമിഡ് വെതറോ ആണെങ്കിൽ ഈ സൺസ്ക്രീൻ ഐ വുഡ് സേ ഇറ്റ്സ് എ മസ്റ്റ് ഹാവ്. ഭയങ്കര കംഫർട്ടബിൾ ഫോമുലയാണ്. ഈസി ടു റീഅപ്ലൈ ആസ് വെൽ. ഒട്ടും സ്റ്റിക്കി അല്ല. എനിക്ക് പേഴ്സണലി വളരെയധികം ഇഷ്ടപ്പെട്ടു. എൻ്റെ റിവ്യൂസ് കണ്ടപ്പോൾ ഞാൻ അത്രയും പ്രതീക്ഷിച്ചില്ല, പക്ഷേ നേരിട്ട് ഉപയോഗിച്ചപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാനത് തീർച്ചയായിട്ടും ഓയിലി കോമ്പിനേഷൻ സ്കിന്നിന് ഡെഡിക്കേറ്റ് ചെയ്യും, റെക്കമെൻഡ് ചെയ്യും. അടുത്തത് MCaffeine 4% നിയാസിനമൈഡ് ഹൈഡ്രോജെൽ അണ്ടർ ഐ പാച്ചസ്. ഇത് കണ്ണിനടിയിൽ ഇങ്ങനെ വെക്കുന്ന പാച്ചാണ്. അപ്പോൾ ഇത് ശരിക്കും ഒരു പഫിനെസ് കുറയ്ക്കാനും ഒരു കൂൾനെസ് തരാനും, പിന്നെ ചില കേസസിൽ നമ്മൾ റെഗുലറായിട്ട് ഉപയോഗിക്കുമ്പോൾ ഇൻഗ്രീഡിയൻസ് അനുസരിച്ച് അതിൻ്റെ ഒരു ബ്രൈറ്റ്നെസ് കൂട്ടാനും, അതായത് ഒരു അണ്ടർ ഐ ഡാർക്ക്നെസ് കുറയ്ക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ കളറും ആക്ച്വലി ഭയങ്കര നല്ലതാണ്. ഇതൊരു പ്രത്യേക ഒരു ലിക്വിഡിനകത്ത് സോക്ക് ചെയ്ത് വെച്ചിട്ടാണ് ഇരിക്കുക. ഒരു 15 മിനിറ്റ്സോളം കണ്ണിനടിയിൽ വെച്ചതിന് ശേഷം റിമൂവ് ചെയ്യുവാണെങ്കിൽ കണ്ണിൻ്റെ അടിയിൽ നല്ലൊരു തണുപ്പും ഒരു ഡീപ്പ് പഫിനെസ്സും ഉടനെ തന്നെ ഫീൽ ചെയ്യും. നല്ല രീതിയിലൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് നേരം സ്ക്രീനൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ ഇത് കണ്ണിന് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ഞാൻ എൻ്റെ റുട്ടീനിൽ തീർച്ചയായിട്ടും ഇൻകോപ്പറേറ്റ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ്. അടുത്തതൊരു മാജിക് പ്രോഡക്റ്റാണ്. ഞാൻ ത്രെഡ് ചെയ്യാൻ പോകുമ്പോൾ അടുത്ത ചേച്ചി പറയും എൻ്റെ ഐബ്രോസ് വളർന്നു. ആൻഡ് ഓൾ താങ്ക്സ് ടു വിഷ് കെയർ ബ്രോ ആൻഡ് ലാഷ് ഗ്രോത്ത് സീറം. കണ്ടപ്പോൾ അങ്ങനെ വലിയ പ്രതീക്ഷയൊന്നുമില്ല, ഞാനങ്ങ് പിക്ക് ചെയ്തു. കാസ്റ്റർ ഓയിൽ, ആൽമണ്ട് ഓയിൽ ഒക്കെ ഉൾപ്പെടെ ഒരുപാട് നല്ല ഇൻഗ്രീഡിയൻസ് ആണുള്ളത്. ഒരു സ്പൂളിയും കൂടി ഇതിനോടൊപ്പം വരുന്നുണ്ട്, നമ്മൾ മസ്കാരൊക്കെ ഉപയോഗിക്കുന്ന പോലെ. ഞാൻ എന്നും രാത്രി അത് വെച്ചിട്ട് എൻ്റെ ഐബ്രോസിലും ലാഷസിലും അപ്ലൈ ചെയ്യും. ലാഷിന് ഗ്രോത്ത് ഉണ്ടോ ഇല്ലെന്ന് എനിക്ക് പറയാൻ സാധിക്കുന്നില്ല, പക്ഷേ ഐബ്രോസിന് തീർച്ചയായിട്ടും ഗ്രോത്ത് കൂടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ത്രെഡ് ചെയ്യാൻ പോകുന്ന ചേച്ചി പറയുമ്പോൾ പിന്നെ നമ്മളത് വിശ്വസിക്കുക തന്നെ വേണം. ഭയങ്കര നാച്ചുറൽ ഒരു അപ്ലിഫ്റ്റിംഗ് ഒരു ഫ്രേഗ്രൻസ് ആണ്. ഇതുവരെ എനിക്ക് സ്കിന്നിന് ബ്രേക്ക്ഔട്ട്സോ അങ്ങനെ ഒരു പ്രശ്നവും ഉണ്ടായില്ല. വെരി അഫോർഡബിളി പ്രൈസ്ഡ് ഓൾസോ. ഇന്നത്തെ പ്രോഡക്റ്റ്സ് എല്ലാം അങ്ങനെ തന്നെയാണ്. എന്തായാലും ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഐബ്രോസിൻ്റെ ഗ്രോത്തിന് തീർച്ചയായിട്ടും സഹായിക്കും. ത്രെഡ് ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾക്കൊരു പുതിയ സന്തോഷമായിരിക്കും. അടുത്ത ഞാൻ ഈ ടൂള് പിക്ക് ചെയ്തു. ഇത് ഒരു 3-in-1 ടൂളാണ്. 2 സർഫസിൽ ഇങ്ങനെ ക്ലെൻസിങ് സർഫസാണ്. ഇത് സ്ക്രബ് ചെയ്യാനും അല്ല ജസ്റ്റ് ചുണ്ട് സ്ക്രബ് ചെയ്യാനാണെങ്കിലും മൂക്കിൻ്റെ ഈ ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഉള്ള ഏരിയ സ്ക്രബ് ചെയ്യാൻ ഉപയോഗിക്കാം. ആൻഡ് അതർ സൈഡിൽ നമുക്ക് മാസ്കിൻ്റെ ഒരു ആപ്ലിക്കേറ്റർ പോലെ സിലിക്കോൺ മെറ്റീരിയലാണ്. അപ്പോൾ വാഷ് ചെയ്ത് റീയൂസ് ചെയ്യാൻ വളരെ കൺവീനിയൻ്റ് ആണ്. 120 or 140 എന്തോ ആണ് ഇതിൻ്റെ പ്രൈസ്. നമുക്കൊരു ഫേസ് വാഷ് അപ്ലൈ ചെയ്തതിന് ശേഷവും ഈ മൂക്കിൻ്റെയും ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഉള്ള ഏരിയാസിൽ സ്ക്രബ് ചെയ്യാനായിട്ട് നമുക്ക് ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കാവുന്നതാണ്. അതല്ല ഫേസ് മാസ്ക് ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. കൈവച്ച് അപ്ലൈ ചെയ്യുന്നതിനെക്കാട്ടിൽ എപ്പോഴും ഒരു മാസ്ക് ആപ്ലിക്കേറ്റർ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. അടുത്തത് ഞാൻ പ്ലിക്സ് എന്നുള്ള ബ്രാൻഡിൻ്റെ പോമിഗ്രനേറ്റ് പ്ലംപ് ലിപ്പ്, അവർക്ക് സ്ക്രബും ഉണ്ട് മാസ്കും ഉണ്ട്. ഞാനിവിടെ ലിപ്പ് മാസ്കാണ് പിക്ക് ചെയ്തിരിക്കുന്നത്. സോ ഇത് രാത്രിയാണ് ഞാൻ എപ്പോഴും അപ്ലൈ ചെയ്യുന്നത്. ലിപ്പ് മാസ്കുകൾ എപ്പോഴും ഓവർനൈറ്റ് അപ്ലൈ ചെയ്യാനാണ് എനിക്കിഷ്ടവും. അപ്പോൾ ഇതിനകത്തൊരു പോമിഗ്രനേറ്റ് ഒരു ഫ്രൂട്ടി ഒരു ഫ്രേഗ്രൻസ് ആണ്. ലനേജിൻ്റെ മാസ്കാണ് ഏറ്റവും ഫേമസ് കൊറിയൻ ബ്രാൻഡ്. അതുമായിട്ട് വേണമെങ്കിൽ ടെക്സ്ചർ കമ്പയർ ചെയ്യാം. ഒരു സോഫ്റ്റ് ഫ്ലഫി ഫ്ലഫി അല്ല, ഒരു സോഫ്റ്റ് ഒരു തിക്ക് ജാം ലൈക്ക് അങ്ങനത്തെ ഒരു ടെക്സ്ചറാണ്. പ്രത്യേകിച്ച് അങ്ങനെ ടേസ്റ്റോ അങ്ങനെ ഒന്നുമില്ല. രാത്രി അപ്ലൈ ചെയ്ത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ചുണ്ട് തീർച്ചയായിട്ടും വളരെ ഹൈഡ്രേറ്റഡ് ആയിട്ട് തന്നെ ഇരിക്കും. ഞാനിപ്പോൾ ഇത് ഉപയോഗിച്ച് തുടങ്ങിയിട്ട് 3 വീക്സോളം ആവുന്നു. പിഗ്മെൻറ്റേഷൻ കുറഞ്ഞു എനിക്ക് അങ്ങനെ പറയാൻ പറ്റുന്നില്ല, പക്ഷേ തീർച്ചയായിട്ടും ലിപ്സ് രാവിലെ വളരെ ഹൈഡ്രേറ്റഡ് ഒരു ഫീലിംഗ് ആണ് തരുന്നത്. ആൻഡ് നല്ലൊരു പ്രൈസ് പോയിൻറ്റുമാണ്. ലിപ് ബാമിനേക്കാളും തിക്കറാണ്. ഓവർനൈറ്റ് ആപ്ലിക്കേഷൻ നല്ലതാണ്. ആൻഡ് പ്ലിക്സിന് ഒരുപാട് ഇങ്ങനത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില പ്രോഡക്റ്റ്സ് ഉണ്ട്. ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ലിപ് മാസ്ക് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അടുത്ത ലൈറ്റ് അപ്പ് എന്നുള്ളൊരു ബ്രാൻഡ്, അവരുടെ
ബീം ഗ്ലേഷ്യർ ഗ്ലോ മഡ് മാസ്ക്. ഇപ്പോൾ കറൻറ്റ്ലി ആമസോണിൽ ഇതിന് 999 എങ്ങാണ്ട് വിലയുണ്ട്, പക്ഷേ ഞാൻ വാങ്ങുമ്പോൾ 500 റേഞ്ചിലുണ്ട്. ഇപ്പോൾ വില കുറയും. ഇതിനകത്ത് റം കോംപ്ലക്സ് ഉണ്ട് കേട്ടോ, റൈസ്, ഉറദ് ആൻഡ് മസൂർ, അതുപോലെ തന്നെ റോസ്, വൈറ്റമിൻ ഇ, ന്യൂസിലൻഡ് ബേസ്ഡ് ഗ്ലേഷ്യൽ ക്ലേ, അങ്ങനത്തെ കുറേ ഇൻഗ്രീഡിയൻസ് ആണ് ഇതിനകത്തുള്ളത്. 100 grams ആണ് ഇതിൻ്റെ സൈസ്. യൂഷ്വലി 50 gram മാസ്കിന് തന്നെ 400 റേഞ്ചിലൊക്കെ പ്രൈസ് വരും. അപ്പോൾ ഒരു 100 ഗ്രാമിന് നിങ്ങൾക്കൊരു 600-700 കൊടുക്കുന്നതിൽ തെറ്റില്ല. ഒരു ആപ്ലിക്കേറ്ററും അതിന് കൂടെ തന്നെ വരുന്നുണ്ട്. നല്ലൊരു പ്ലസൻ്റ് ഒരു ഫ്രേഗ്രൻസ് ആണ് ഈ മാസ്കിനുള്ളത്. ഞാനിത് ഡയറക്റ്റായിട്ട് സ്കിന്നൊന്ന് ക്ലെൻസ് ചെയ്തിട്ട് സ്കിന്നിൽ അപ്ലൈ ചെയ്യും. നിങ്ങൾ നെക്കിലും തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുക. ഈ വീഡിയോയിൽ ഞാൻ നെക്കിലധികം അപ്ലൈ ചെയ്തിട്ടില്ല, കാരണം ക്ലീൻ ചെയ്യാൻ കുറച്ച് പാടാണ് വീഡിയോയിൽ. അതർവൈസ് ഫേസിലും നെക്കിലും അണ്ടർ ഐ ഏരിയ ഒക്കെ ജസ്റ്റ് ഒന്ന് അത്ര ഐസിൻ്റെ ഏരിയയിൽ ഒരുപാട് അപ്ലൈ ചെയ്യേണ്ട, പക്ഷേ ബാക്കി എല്ലാ ഏരിയയിലും നല്ല ഈവനായിട്ട് അപ്ലൈ ചെയ്യുക. ഒരു 15 minutes വെച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് കഴുകിക്കളയാൻ ടൈമായി എന്നുള്ളത്. ജെൻറ്റ്ലി വെള്ളം വെച്ചിട്ട് കഴുകിക്കളയുക. ക്ലേ മാസ്ക് ആയതുകൊണ്ട് തന്നെ വാഷ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഹാർഷ് ആകാതെ വാഷ് ചെയ്യുക. വാഷ് ചെയ്തതിന് ശേഷം ഒരു മോയ്സ്ചറൈസർ തീർച്ചയായിട്ടും ഫോളോ അപ്പ് ചെയ്യുക. സ്കിന്നിന് ഒരു ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റ്നെസ്സും ഒരു ടൈറ്റ്നെസ്സും ഒക്കെ ഫീൽ ചെയ്യും. എനിക്ക് തീർച്ചയായിട്ടും ഈ മാസ്ക് ഭയങ്കര ഇഷ്ടമാണ്. ഡീറ്റാനിങ്ങും ഉണ്ട്. But that's it for today's video. I hope you guys enjoyed it. Let me know if you have liked any of these products. നിങ്ങൾ ഏതെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ, നിങ്ങളുടെ ഒരു പേഴ്സണൽ റിവ്യൂ എന്താണെന്നുള്ളതൊക്കെ കമൻറ്റ് സെക്ഷനിൽ പറയുക. I would love to know that. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കണ്ടുമുട്ടാം. This will be a fashion video and you're going to love that one because it's a kurta set haul. Your favorite and my favorite as well. Okay, അപ്പോൾ നമുക്ക് അതിലൂടെ ഉടൻ തന്നെ കണ്ടുമുട്ടാം. Until then, take care. Bye-bye.